നോവൽ കാറ്റിൻ്റെ ദിശ. രചന ലാലുക്കുട്ടി. പച്ച പുതപ്പണിഞ്ഞ് തൂവെണ്മ തൂകുന്ന പ്രകൃതി പതിവിലും സുന്ദരിയായി പ്രഭാതത്തെ വരവേൽക്കാനൊരുങ്ങി. അപ്പോൾ മധുരമായ നാദം മീട്ടി കിളികൾ പ്രകൃതിക്ക് താളക്കൊഴുപ്പേകി. അത് കേട്ട് ഞാൻ ഞെട്ടിയുണർന്ന നിമിഷം ഞാൻ കിടക്കയിൽ നിന്ന് എണീറ്റു. ഞൊടിയിൽ പ്രഭാതകൃത്യങ്ങൾ കഴിഞ്ഞ് കുളിച്ചൊരുങ്ങി പുറത്തേക്ക് ഇറങ്ങുന്ന വേളയിൽ പൂമുഖത്ത് കിടന്ന പത്രത്തിലെ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ ഞാൻ അറിയാതെ പഴയകാല അനുഭവങ്ങളിലേക്ക് എൻ്റെ മനസ്സ് തെന്നി വീണു. തൻ്റെ ജീവിതത്തിൽ നിന്നും ഒരിക്കലും മായ്ച്ചു കളയാനാകാത്ത ഡിസംബർ മാസത്തിലെ കരിനിഴൽ വീണ ആ ദിനങ്ങൾ. തണുപ്പുള്ള പ്രഭാതത്തിൽ പതിവ് പോലെ നടക്കാനിറങ്ങി. പെട്ടെന്ന് തല കറങ്ങുന്നതായി തോന്നി. ഒന്ന് ഇരുന്നാലോ? പിന്നെ സംഭവിച്ചതൊന്നും ഓർമ്മയില്ല. ഞാൻ കണ്ണു തുറന്നപ്പോൾ അപരിചിതമായ സ്ഥലം. ചുറ്റും കണ്ണോടിച്ചു. അതിൽ നിന്ന് ഒന്ന് വ്യക്തം. ഞാൻ ഇപ്പോൾ ഏതോ ആശുപത്രിയിലെ ICUവിൽ ആണ്. എൻ്റെ ഉറക്കം തുടങ്ങിയിട്ട് ഇന്നേക്ക് 1.5 ദിവസം. എൻ്റെ ഉറക്കം തുടങ്ങിയിട്ട് ഇന്നേക്ക് 1.5 ദിവസം ആയിരിക്കുന്നു. ഏകാന്ത ജീവിതമായതിനാൽ ആരെയും പ്രതീക്ഷിക്കണ്ട എന്ന് മനസ്സ് പറഞ്ഞു. എന്താ എനിക്ക് പറ്റിയത്? ആരാ എന്നെ ഇവിടെ ആക്കിയത്? ആകാംക്ഷയോടെ എൻ്റെ കണ്ണുകൾ ചുറ്റും പാഞ്ഞു. വേഗത്തിൽ ചാടി എഴുന്നേൽക്കാൻ ശ്രമിച്ചു. വേദനയോ മരവിപ്പോ എന്തെന്നറിയില്ല. എഴുന്നേൽക്കാൻ ആവുന്നില്ല. കണ്ണുകൾ നിറഞ്ഞൊഴുകി. എന്തോ എനിക്ക് സംഭവിച്ചിട്ടുണ്ട്, തീർച്ച. മങ്ങിയ ഓർമ്മകൾ മെല്ലെ മെല്ലെ തെളിഞ്ഞു. ആ ഓർമ്മകളിൽ വന്ന ചിത്രങ്ങൾ സംശയത്തിൻ്റെ ആക്കം കൂട്ടി. പേജ് 2. എന്താ എനിക്ക് പറ്റിയത്? ഇനി ഒരിക്കലും ഇതിൽ നിന്ന് മോചനം ലഭിക്കില്ലേ? ആരും എന്നെ സഹായിക്കില്ലേ? തുടങ്ങി 1000 ചോദ്യങ്ങൾ മനസ്സിൽ കടന്നുകൂടി. ഒടുവിൽ ഒരുവിധ ധൈര്യം സംഭരിച്ച് ആരുമില്ലേ ഇവിടെ എന്ന് ഉച്ചത്തിൽ ചോദിച്ചു. എന്നാൽ ക്ഷീണിച്ച് അവശനിലയിലായതുകൊണ്ടാകാം എൻ്റെ ശബ്ദം ആരും കേട്ടില്ല. വീണ്ടും ഞാൻ ആവർത്തിച്ചു. ആരും വരാത്തതിനാൽ എൻ്റെ ശബ്ദത്തിൻ്റെ ആഴമളക്കുവാൻ എനിക്ക് കഴിഞ്ഞു. ചുറ്റും കണ്ണോടിക്കവേ കിടക്കയോട് ചേർന്ന് കിടക്കുന്ന മേശയിൽ കുറച്ച് പനിനീർ പൂക്കളും അതിനിടയിൽ ഒരു കടലാസ് കഷ്ണവും കാണാനിടയായി. അതെടുക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ എൻ്റെ കൈ തട്ടി എന്തോ നിലത്തു വീണു. നിശബ്ദതയിലുണ്ടായ ആ ശബ്ദം
ഒരു ഭൂകമ്പം പോലെ എന്നെ ഞെട്ടിപ്പിച്ചു. ആ ഞെട്ടൽ വിട്ടുമാറുന്നതിന് മുമ്പ് തന്നെ അപ്രതീക്ഷിത ശബ്ദം എന്നെ വല്ലാതെ ഭയപ്പെടുത്തി. എന്നാൽ ആ ഞെട്ടലിന് ക്ഷണനേരത്തെ ആയുസ്സേ ഉണ്ടായിരുന്നുള്ളൂ. വെള്ളത്തൊപ്പിയും കുപ്പായവും അണിഞ്ഞ ഒരു പെൺകുട്ടി. നഴ്സാണെന്ന് മനസ്സിലായി. ആശുപത്രിയിലാണെന്ന തിരിച്ചറിവ് എന്നിൽ ബലപ്പെട്ടു. എനിക്ക് സഹായം വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. ഇങ്ങനെ സ്ട്രെയിൻ ചെയ്യാൻ പാടില്ല, നേഴ്സ് പുഞ്ചിരിയോടെ പറഞ്ഞു. എന്നിട്ട് തറയിൽ നിന്നും ഒരു കടലാസ് എടുത്തു എൻ്റെ കയ്യിൽ തന്നു. ഞാൻ അതിശയിച്ചു പോയി. എൻ്റെ പേര് ഇവർക്ക് എങ്ങനെ മനസ്സിലായി? അവൾ തിടുക്കത്തിൽ എൻ്റെ ശരീരത്തിൽ ഘടിപ്പിച്ചിരുന്ന യന്ത്രങ്ങളുടെ പ്രവർത്തനം നിരീക്ഷിക്കുന്നു. കുറച്ചു സമയം എൻ്റെ ശ്രദ്ധ അവരോടൊപ്പം സഞ്ചരിച്ചു. എങ്കിലും പെട്ടെന്ന് എൻ്റെ ശ്രദ്ധ കയ്യിൽ കിട്ടിയ കടലാസ് തുറന്ന് വായിക്കുന്നതിലായി. മിഴികൾക്ക് മുമ്പേ മനം പറഞ്ഞതിനാൽ അതിലെഴുതിയ അക്ഷരങ്ങൾ വ്യക്തമാക്കാൻ അല്പസമയമെടുത്തു. അതിലെഴുതിയിരുന്നത് ഇപ്രകാരമാണ്: ഭയപ്പെടാതെ ഇരിക്കൂ, എൻ്റെ പ്രാർത്ഥന എപ്പോഴും നിങ്ങളോടൊപ്പമുണ്ട്. ഇതിൽ നിന്നും ഒന്ന് വ്യക്തം, എന്നെ ആരോ സഹായിച്ചു. ആരാണ് ആ വ്യക്തി? ഇതിനിടയിൽ അവ്യക്തമായ നിമിഷങ്ങൾ പകൽ പോലെ തെളിഞ്ഞു വന്നു. സഹായിച്ചത് ആരായിരിക്കുമെന്നറിയാൻ എൻ്റെ ഉള്ളം വേവലാതിപ്പെട്ടു. കഠിനമായ വേദന എൻ്റെ ശരീരത്തെ ബാധിച്ചിരുന്നു. മെല്ലെ എൻ്റെ മനസ്സിനെയും. അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്നറിയില്ല. ആ വേദനയുടെ ഇടയിൽ വല്ലാത്ത ഒറ്റപ്പെടൽ അനുഭവിക്കുവാൻ എനിക്ക് സാധിച്ചു. പുഞ്ചിരി തൂകുന്ന മനസ്സുമായി 30 വയസ്സ് തോന്നിക്കുന്ന കറുത്തു തടിച്ച ഒരു അപരിചിത കയ്യിൽ മരുന്നും ഭക്ഷണവുമായി കയറി വന്നു. ഇടറിയ സ്വരത്തിൽ ഞാൻ അവരോട് ചോദിച്ചു, ആരാ നിങ്ങൾ? എനിക്ക് എന്താ പറ്റിയത്? പേജ് 4. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുവാൻ എനിക്ക് ആവില്ല. നിങ്ങൾ ഇപ്പോൾ വിശ്രമിച്ചോളൂ. എന്നിട്ട് അവർ സ്വയം പരിചയപ്പെടുത്തി. ഞാൻ ദീപിക, ഇത്രയും അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുക്കൽ നിന്നും നടന്നു നീങ്ങി. നിൽക്കൂ, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? എന്നെ ശുശ്രൂഷിക്കുകയും എനിക്ക് വേണ്ടുന്നതെല്ലാം ചെയ്തു തരികയും ചെയ്യുന്ന നിങ്ങൾ എന്തുകൊണ്ട് എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരുന്നില്ല? ദയവായി മറുപടി തരിക. ശരീരം കീറിമുറിച്ച വേദന ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്ന് നിവർന്നു നിൽക്കാൻ പോലും സാധിക്കുന്നില്ല. വേദനയ്ക്കുള്ള കാരണം അറിയാൻ എനിക്ക് അവകാശമില്ല. അതുമാത്രമല്ല, ആ അപരിചിതയായ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഞാൻ അറിഞ്ഞാൽ എന്താ കുഴപ്പം? അവർ എന്നിൽ നിന്നും എന്തോ മറയ്ക്കാൻ ശ്രമിക്കുന്നതായി തോന്നി. അവരുടെ നിഷ്കളങ്ക മുഖം കണ്ടപ്പോൾ കയർക്കാൻ തോന്നിയില്ല. എന്താ സംഭവിച്ചത്? അവർ പറയാൻ കൂട്ടാക്കുന്നില്ല. നിങ്ങൾ എത്രയൊക്കെ തന്ത്രപരമായി മറക്കാൻ ശ്രമിച്ചാലും നിഷ്കളങ്കമായ ആ മുഖം വിളിച്ചു പറയുന്ന സത്യങ്ങൾ കേട്ടതിന് ശേഷമുള്ള എൻ്റെ അവസ്ഥയോടല്ല, സത്യത്തിനായി യാചിക്കുന്ന അവസ്ഥയോടാണ് നിങ്ങളിപ്പോൾ സഹകരിക്കേണ്ടത്. നിങ്ങൾ പറയാൻ പോകുന്നത് എന്തു തന്നെയായാലും ഞാൻ തളരില്ല. പേജ് 5.
ഒരിക്കലും പനിനീർ പുഷ്പങ്ങളായിരുന്നില്ല എൻ്റെ ജീവിതം. കല്ലും മുള്ളും നിറഞ്ഞവയായിരുന്നു. എൻ്റെ വാക്കുകളെ തടസ്സപ്പെടുത്തിക്കൊണ്ട് അവർ പറഞ്ഞു, അയ്യോ എൻ്റെ പൊന്നി ചേച്ചി, ഈ സാഹിത്യം പറച്ചിലൊന്ന് നിർത്താമോ? എനിക്ക് പച്ച മലയാളം വെട്ടി തുറന്ന് പറഞ്ഞാലേ മനസ്സിലാകൂ. അങ്ങും ഇങ്ങും തൊട്ടും തൊടാതെയുമുള്ള സംസാരം എനിക്കാണെങ്കിൽ അങ്ങോട്ട് ഒട്ടും പിടിക്കുന്നുമില്ല. പിന്നെ ഞാൻ ചേച്ചിയിൽ നിന്നും എന്തു മറയ്ക്കാൻ? മനുഷ്യരാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചില കടപ്പാടുകളൊക്കെ ഇല്ലേ? ചേച്ചിയുടെ ഭാഷയിൽ പറഞ്ഞാൽ സഹജീവി സ്നേഹം. കൂടുതൽ സംസാരിപ്പിച്ച് മുഷിപ്പിക്കുന്നില്ല. ചേച്ചി മരുന്ന് കഴിച്ച് സുഖമായി ഉറങ്ങ്. പിന്നീട് നമുക്ക് സംസാരിക്കാം. അവശത എന്നെ അവളുടെ വാക്കുകൾ അനുസരിക്കാൻ പ്രേരിപ്പിച്ചു. ഒരു കൈയിൽ ഒരു ഗ്ലാസ് വെള്ളവും മറ്റേ കൈയിൽ ഗുളികയുമായി അവൾ എന്നെ സമീപിച്ചു. ഗുളികകൾ വായിൽ വെച്ച് തന്നിട്ട് ഗ്ലാസ് ചുണ്ടോടടുപ്പിച്ചു. ഗുളികകളുടെ കയ്പ് വായിൽ നിന്ന് മാറിയതേയില്ല. ചേച്ചി കുറച്ച് വെള്ളം കൂടി കുടിച്ചോളൂ. നാവിൽ കയ്പ് തോന്നുന്നുണ്ട് അല്ലേ? എനിക്ക് ആശ്ചര്യം തോന്നി. ഇവൾക്കിതെങ്ങനെ മനസ്സിലായി? എൻ്റെ സംശയത്തിന് മറുപടി കണക്ക് അവൾ പറഞ്ഞു. പേജ് 6. 10 വർഷത്തെ അനുഭവ സമ്പത്തുമുള്ള ഹോം നേഴ്സ് എന്ന നിലയിൽ രോഗിക്കും മനസ്സ് കുറേയൊക്കെ മനസ്സിലാക്കാൻ എനിക്ക് കഴിയും. പത്ത് വർഷത്തെ അനുഭവ സമ്പത്തുള്ള ഹോം നേഴ്സ് എന്ന നിലയിൽ രോഗിയുടെ മനസ്സ് കുറേയൊക്കെ മനസ്സിലാക്കാൻ എനിക്ക് കഴിയും. എന്താ ഹോം നേഴ്സോ? എനിക്കവൾ സത്യം പറയുന്നതായി തോന്നി. ഞാൻ ആരാണെന്ന് മനസ്സിലാക്കിയപ്പോൾ സമാധാനമായോ? അവൾ പരിഭ്രമത്തോടെ പറഞ്ഞു. കൂടുതൽ ചോദിച്ചറിയുന്നതിന് മുമ്പ് നേഴ്സ് കയറി വന്നു. അവൾ ശബ്ദം താഴ്ത്തി പറഞ്ഞു, എനിക്ക് നല്ല ക്ഷീണമുണ്ടല്ലോ, ഗ്ലൂക്കോസ് കൊടുക്കാം. ദീപികയെ, പേഷ്യൻറ്റിനെ കൂടുതൽ സംസാരിപ്പിക്കരുത്. എനിക്ക് കൂടുതൽ വിസിറ്റേഴ്സ് ഒന്നും ഇല്ലായകിയാൽ നമുക്ക് ആനിയെ റൂമിലേക്ക് മാറ്റാം. ഓക്കെ. അതേസമയം ക്രൂശിത രൂപത്തിന് മുൻപിൽ എരിഞ്ഞു തീരാറായ മെഴുകുതിരി ഓർമ്മയിൽ തെളിഞ്ഞു. മരണം എന്നെ പുണരാൻ നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. എന്തായാലും അത് ദിവസങ്ങൾക്കുള്ളിൽ സംഭവിക്കും, ഞാൻ വിചാരിച്ചു. എൻ്റെ ശക്തിയെല്ലാം ചോർന്നുപോയി. എൻ്റെ ആത്മാവ് വേറൊരു താവളം അന്വേഷിക്കുകയാകാം. ജീവിക്കാൻ എനിക്ക് ആശയില്ല. മരണത്തെ ഭയവുമില്ല. പക്ഷേ എനിക്കൊന്നറിയണം, എനിക്കെന്താ പറ്റിയത്? ആരാ എന്നെ ഇവിടെ കൊണ്ടുവന്നെത്തിച്ചത്? ചിന്തകൾ എന്നെ ആകെ അസ്വസ്ഥമാക്കുന്നു. പേജ് 7. ആദ്യമായി മരണഭയം ഞാൻ അനുഭവിക്കുവാൻ തുടങ്ങി. വയറിനകത്ത് അതിശക്തമായ വേദന. മരണഭയം കൊണ്ട് അസ്വസ്ഥമാകുന്ന എന്നെ നോക്കി ദീപിക നെടുവീർപ്പിട്ടുകൊണ്ട് ഉച്ചത്തിൽ പറഞ്ഞു, ചേച്ചി എന്താ ഇങ്ങനെ? ജീവച്ഛവമായി മാറിയ ചേച്ചിയെ ഡോക്ടറുടെ കഠിന പരിശ്രമം കൊണ്ടാണ് ഇപ്പോൾ ഈ നിലയിലെത്തിച്ചത്. ചേച്ചി ഒന്ന് റിലാക്സ് ആകൂ. ചേച്ചിയുടെ ഈ അവസ്ഥയ്ക്ക് കാരണം പറയാം. പെട്ടെന്ന് ദീപികയിൽ വന്ന മാറ്റം ഞാൻ ശ്രദ്ധിച്ചു. ഒരു നിമിഷം പരിപൂർണ നിശബ്ദത അവളിൽ നിന്ന് വ്യക്തമായി ഞാൻ അറിഞ്ഞു. എൻ്റെ ജീവൻ്റെ ഓരോ തുടിപ്പിനും മറ്റാരോടോ കടപ്പെട്ടിരിക്കുന്നു. ഈ വാർത്ത കേട്ട നിമിഷം ഞാനല്ലാതായി. ഞാൻ ചിന്തയിൽ മുഴുകി. പെട്ടെന്ന് ഞാൻ അവളോട് ചോദിച്ചു, എനിക്ക് കരൾ പകർന്നു തന്ന വ്യക്തി ആരാണ്? അവൾ മൗനം ഭജിച്ചു. ജഗ്ഗിൽ നിന്നും ഒരു ഗ്ലാസ് വെള്ളവും പല നിറത്തിലും വലുപ്പത്തിലുമുള്ള ഗുളികകൾ ദീപിക എനിക്ക് നേരെ നീട്ടി. അത് വാങ്ങി കഴിച്ചിട്ട് ഞാൻ അതേ ചോദ്യം വീണ്ടും ആവർത്തിച്ചു.
എനിക്ക് കരൾ പകർന്നു തന്നത് ആരാണ്? ഞാനും ആ വ്യക്തിയും തമ്മിൽ എന്താ ബന്ധം? പ്രതീക്ഷിച്ച തരത്തിലുള്ള ഒരുത്തരം എനിക്ക് അവളിൽ നിന്ന് ലഭിച്ചില്ല. കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് പേജ് 8. അയാൾ കയറി വന്നു. വേദന തോന്നുന്നുണ്ടോ? ഉവ്വ്. ഇപ്പോൾ സമയം 10 മണിയായി. വേദനയ്ക്കുള്ള ഇഞ്ചക്ഷൻ തന്നു. വേദന ഉടൻ മാറും കേട്ടോ. സുഖമായി ഉറങ്ങിക്കൊള്ളൂ. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദയാപരനായ കർത്താവേ, എനിക്ക് ഉത്തരം തരണേ. നിശയുടെ നിശബ്ദതയിൽ മെല്ലെ കിടക്കയിലേക്ക് ചരിഞ്ഞു. ശക്തമായി മനസ്സ് ആശ്വസിച്ചു. അങ്ങനെ ആ ദിവസവും കടന്നുപോയി. പുതിയ പുലരി വിടർന്നത് ഞാൻ അറിഞ്ഞതേയില്ല. ചേച്ചി ഒന്ന് എണീറ്റ് പല്ല് തേച്ച് കാപ്പി കുടിക്കൂ, ദീപിക എന്നെ തട്ടി ഉണർത്തിക്കൊണ്ട് പറഞ്ഞു. തുടർന്ന് പ്രഭാത കൃത്യങ്ങൾക്ക് ശേഷം കാപ്പി കുടിച്ചു. ഞാൻ കിടക്കയിൽ വിശ്രമിച്ചു. ഡോക്ടർ 8 മണിക്ക് തന്നെ എത്തി. കൂടെ നേഴ്സും. ഡോക്ടർ റിപ്പോർട്ട് വായിച്ചു. ഡോക്ടർ എന്നോട് എന്തൊക്കെയോ ചോദിച്ചു. ക്ഷീണത്താൽ എൻ്റെ കണ്ഠമിടറി. അവ്യക്തമായി ഞാൻ എന്തോ പുലമ്പി. വീണ്ടും ദിനരാത്രങ്ങൾ കടന്നുപോയി. ദുഃഖവും നിരാശയും തളം കെട്ടിയ മനസ്സിൽ നിന്ന് പുറത്തു വരുന്ന തേങ്ങലുകൾ പുനർചിന്തയ്ക്ക് പ്രേരണയായി. പതിവ് പോലെ ഡോക്ടർ എത്തി. പേടിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു. ശേഷം നേഴ്സിന് ചില നിർദ്ദേശങ്ങൾ നൽകി മടങ്ങി. തൻ്റെ രക്ഷകൻ ആരാണ്? ഉത്തരം കിട്ടാത്ത ചോദ്യം മനസ്സിനെ അസ്വസ്ഥമാക്കി. പേജ് 9. ദീപിക മുറിയുടെ കോണിൽ കിടന്ന കസേരയിലിരുന്ന് എന്തോ വായിക്കുന്നു. ഇടയ്ക്ക് എന്നെ നോക്കുന്നുമുണ്ട്. ഡ്യൂട്ടി റൂമിൽ നിന്ന് നേഴ്സ് ആർഷ വന്നു. എനിക്ക് ബ്ലഡ് അടയ്ക്കണം. HB കുറവാണ്. റയർ ഗ്രൂപ്പാണ്. A നെഗറ്റീവ്. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഭയഭീതി പടർന്നു. ബ്ലഡ് ബാഗിൽ നിന്നും ഇറ്റിറ്റു വീഴുന്ന രക്തത്തുള്ളികൾ ഓരോന്നായി ശരീരത്തിൽ പ്രവേശിക്കുന്നു. ആരുടേതായിരിക്കാം ഈ രക്തത്തുള്ളികൾ? ദീപികയെ ട്രിപ്പ് തീരുമ്പോൾ വിളിക്കണേ. നേഴ്സ് ഡ്യൂട്ടി റൂമിലേക്ക് പോയി. ഇഞ്ചക്ഷൻ എടുത്ത കൈ അനക്കാൻ വയ്യ. മനസ്സിൻ്റെ വേദന ശരീരത്തിൻ്റെ വേദനയേക്കാൾ ഏറുകയാണ്. ആരുടെയോ ദാനമാണ് എൻ്റെ ജീവിതം. അതോർക്കുമ്പോൾ മനസ്സിൻ്റെ ഭാരം പെരുകുകയാണ്. ഒരുക്കാൻ പാടുപെട്ടുകൊണ്ട് രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ എപ്പോഴോ ഉറങ്ങിപ്പോയി. എങ്ങു നിന്നോ പറന്നു വന്ന കിളികളുടെ മധുരഗാനം എൻ്റെ കാതുകളിൽ വന്നലച്ചു. എങ്ങു നിന്നോ പറന്നു വന്ന കിളികളുടെ മധുരഗാനം എൻ്റെ കാതുകളിൽ വന്നുലച്ചു. പെട്ടെന്ന് നിദ്ര വിട്ട് കട്ടിലിൽ എഴുന്നേറ്റിരുന്ന് കുരിശു വരച്ച് പ്രാർത്ഥിച്ചു. എന്നെ സഹായിച്ചയാൾ ആരായിരിക്കും? ഞാൻ വീണ്ടും ചിന്തയിലേക്ക് വഴുതി വീണു. ചേച്ചി കഴിക്കാൻ എന്താ വേണ്ടത്? ദീപിക എന്നോട് ചോദിച്ചു. ബ്രെഡും ചായയും എടുക്കട്ടെ? ആ ചോദ്യങ്ങളെ ശ്രദ്ധിക്കാതെ ഞാൻ അവളോട് ചോദിച്ചു, എന്നെ സഹായിച്ച ആൾ ആരാണ്? അതിപ്പോൾ ഞാൻ എങ്ങനെ? ചേച്ചി ഇത് കഴിക്കുക, അസുഖം മാറിയിട്ട് എല്ലാം പറയാം. ആരോ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് ആകാംക്ഷയോടെ അതിലേറെ ഉത്സാഹത്തോടെ ഞാൻ എണീറ്റു. എൻ്റെ മുറിയിൽ ഡോക്ടർ തോളത്ത് തട്ടി അദ്ദേഹം ചോദിച്ചു, ഇപ്പോൾ എങ്ങനെയുണ്ട്? വിഷാദഭാവത്തിൽ നിന്ന് എന്നോടായി, വിഷമിക്കാനൊന്നുമില്ല, ഒന്നുകൂടി സ്കാൻ ചെയ്യണം. പ്രത്യാശ നഷ്ടപ്പെട്ട മനസ്സുമായി ദീപികയോടൊപ്പം സ്കാനിംഗ് റൂമിലെത്തി. കവിൾത്തടങ്ങളെ കീറി മുറിച്ചുകൊണ്ട് ഒലിച്ചിറങ്ങിയ കണ്ണുനീർ തുള്ളികൾ ആരും കാണാതെ ഷോൾ കൊണ്ട് തുടച്ചു.
ടെൻഷൻ അടിച്ചതുകൊണ്ടാവാം എൻ്റെ കാലുകൾ തളരുന്നതുപോലെ, കൈകൾ വിറയ്ക്കുന്നു, കണ്ണുകളിൽ ഇരുട്ട്, ശരീരം നേരെ നിൽക്കുന്നില്ല, വല്ലാത്ത ശ്വാസതടസ്സം, പിന്നെ എല്ലാം അവ്യക്തം. കണ്ണു തുറന്നപ്പോൾ വീണ്ടും ICUവിൽ ഓക്സിജൻ സിലിണ്ടർ ഘടിപ്പിച്ചിരിക്കുന്നു. കണ്ണു തുറന്നപ്പോൾ വീണ്ടും ICUവിൽ ഓക്സിജൻ സിലിണ്ടർ ഘടിപ്പിച്ചിരിക്കുന്നു. ഡോക്ടർ പ്രശാന്ത് വേഗം എത്തി. എന്തു പറ്റി ആനി? ഞാൻ അവ്യക്തമായി ഡോക്ടറോട് പറഞ്ഞു. എന്തോ എന്നെ അലട്ടുന്നുണ്ട്, പറഞ്ഞോളൂ. പ്ലീസ് ഡോക്ടർ, ആരാണ് അയാൾ? പറയാം, ഇപ്പം വേണ്ട, ഇനിയൊരവസരത്തിൽ. ഒന്ന് മനസ്സിലാക്കൂ. അബോധാവസ്ഥയിൽ വഴിവക്കിൽ കിടന്ന് തന്നെ ഇവിടെ എത്തിച്ച് കരളിൻ്റെ പകുതി പകുത്തു തന്ന നന്മയുടെ നറുനിലാവായ, മനുഷ്യത്വത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക മാത്രം ചെയ്ത ഇപ്പോൾ ഡോക്ടർ കടന്നുപോയി. പേജ് 11. ട്രിപ്പ് കാരണം ചെരിഞ്ഞു കിടക്കാൻ പറ്റുന്നില്ല. ആ വേദനയിൽ അറിയാതെ ഉറങ്ങിപ്പോയി. ഒരു നിമിഷം ഒരിക്കലും മറക്കാനാവാത്ത കാഴ്ച കണ്ടു. നിലാവിൻ്റെ ഉടയാട ധരിച്ച ദൈവം എൻ്റെ വളരെ അടുത്തുകൂടി നടക്കുന്നു. ഒന്ന് കൈ നീട്ടിയാൽ ആ മനോഹര മേലെങ്കിൽ സ്പർശിക്കാം. എന്ത് സംഭവിച്ചതാണെന്ന് അറിയില്ല. എണീറ്റ് ചുറ്റും കണ്ണോടിച്ചു. അവ്യക്തത. നിദ്രയിൽ കണ്ണു തുറന്ന് വീണ്ടും താനേ ഉറങ്ങിപ്പോയി. നിദ്രയ്ക്കും സ്വപ്നത്തിനുമിടയിലെ അവസ്ഥ ആയിരുന്നു. അടുത്ത ദിവസം ICUവിൽ നിന്ന് റൂമിലേക്ക് മാറ്റി. പതിവ് പോലെ ഡോക്ടറും നേഴ്സും എത്തി. ദീപികെ, ആനി നന്നായി ഉറങ്ങിയോ? ഇല്ല ഡോക്ടർ. എന്താ ആനി, ഡിസ്ചാർജ് വേണ്ടേ? കോഫി കുടിക്കൂ, എന്നിട്ട് പതിയെ നടന്നേ. ഇത് പറഞ്ഞ് ഡോക്ടർ റൂം വിട്ട് പുറത്ത് കടക്കാൻ തുടങ്ങവേ ഞാൻ വിളിച്ചു, സാർ. എന്താ ആനി? സാർ, വർഷങ്ങൾക്ക് മുമ്പേ എൻ്റെ രോഗം സ്ഥിരീകരിച്ചതായിരുന്നു. തികച്ചും ദുഃഖകരമായ അവസ്ഥയിൽ എന്നെ പരിചരിക്കാനും ആശ്വസിപ്പിക്കാനും എൻ്റെ ഒപ്പം ആരുമുണ്ടായിരുന്നില്ല. ദൈവത്താൽ അയക്കപ്പെട്ടവരാകാം അല്ലേ ഡോക്ടർ ഇവർ? പേജ് 12. അതെ, മരുന്നും ഭക്ഷണം, വിശ്രമം ഇവ നന്നായി ശ്രദ്ധിക്കണം. ഇപ്പം ഒന്നും ആലോചിക്കേണ്ടത്. സാർ, എങ്കിലും ആരാണ് ആ? നോക്കൂ ആനി, ഡോക്ടറാണ്. ഞാൻ രഹസ്യങ്ങൾ പരസ്യമാക്കാൻ പാടില്ല. ഒന്നു മാത്രം പറയാം. അവർ പറയാൻ ഏൽപ്പിച്ച കാര്യം. തളരരുത്. ഒറ്റപ്പെട്ട ജീവിതത്തിൽ നിന്ന് പുറം ലോകത്തേക്ക് പാഞ്ഞ് എത്തണം. അപ്പോഴേ ജീവിതം ആസ്വദിക്കാൻ സാധിക്കൂ. ആ ഒറ്റ വാക്കിൽ തുടങ്ങി എൻ്റെ പുനർജന്മം. ഡോക്ടറാണ് ഞാൻ. രഹസ്യങ്ങൾ പരസ്യമാക്കാൻ പാടില്ല. ഒന്നു മാത്രം പറയാം. അവർ പറയാൻ ഏൽപ്പിച്ച കാര്യം. തളരരുത്. ഒറ്റപ്പെട്ട ജീവിതത്തിൽ നിന്ന് പുറം ലോകത്തേക്ക് പാഞ്ഞ് എത്തണം. അപ്പോഴേ ജീവിതം ആസ്വദിക്കാൻ സാധിക്കൂ. ആ ഒറ്റ വാക്കിൽ തുടങ്ങി എൻ്റെ പുനർജന്മം. ആ നിമിഷം ആ വ്യക്തിക്ക് എന്നെ രക്ഷിക്കാൻ തോന്നിയിരുന്നെങ്കിൽ എനിക്ക് എന്ത് സംഭവിക്കാമായിരുന്നു? മാധ്യമങ്ങൾക്ക് ആഘോഷിക്കാൻ ഒരു ജീവിതം കൂടി കിട്ടിയേനെ. ഒറ്റയ്ക്ക് ഒരു പെണ്ണിന് ഈ സമൂഹത്തിൽ ജീവിക്കാൻ സാധിക്കില്ല എന്ന സത്യം എനിക്ക് മനസ്സിലായി. മൃഗമനസ്സുള്ള മനുഷ്യരുടെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച് എനിക്ക് പൊതുജീവൻ തന്ന ആ മഹത് വ്യക്തി ആരാണ്? പേജ് 13. ആ ചോദ്യം നീണ്ടുപോകുന്നു. എങ്കിലും പ്രതീക്ഷയ്ക്ക് ഒരു കാരണം കൂടിയുണ്ട്. ഒരു ചില്ലിക്കാശ് പോലും എടുക്കാനില്ലാതിരുന്ന എനിക്ക് വേണ്ടി ഇത്ര ത്യാഗം സഹിച്ച സ്വന്തം ശരീരത്തിലെ ഒരു ഭാഗം എനിക്കായി തന്ന് മൾട്ടിനാഷണൽ ഹോസ്പിറ്റലിലെത്തിച്ച് മൊത്തം ചിലവും വഹിച്ച ആ പുണ്യാത്മാവ് എനിക്കിന്ന് ദൈവതുല്യനാണ്. എൻ്റെ പ്രാർത്ഥനയിൽ ഇന്നേവരെ ആർക്കും സ്ഥാനം കൊടുത്തിട്ടില്ല. അത് മാറ്റിക്കുറിച്ച് ജീവിതത്തിലേക്ക് വന്ന പുതിയ വ്യക്തി, അതും ആ അപരിചിതൻ. ഇന്ന് അയാൾക്ക് വേണ്ടിയാണ് എൻ്റെ ജീവിതം. എന്തു വിധിയാണിത്? ഓർക്കുമ്പോൾ തേങ്ങലുകൾ മാത്രം ബാക്കി. നാളുകൾക്ക് ശേഷം ആശുപത്രിവാസം പൂർത്തിയാക്കി വീട്ടിലേക്ക് യാത്രയായി. വീണ്ടും ഏകാന്തതയുടെ മൂടുപടത്തിനുള്ളിലേക്ക് മടക്കയാത്ര.
യാത്ര തുടർന്നു എങ്കിലും എൻ്റെ ഏകാന്തതയുടെ തോട് പൊളിച്ച് വെളിച്ചത്തിലേക്ക് വരാൻ ആ വാക്കുകൾ എന്നെ ഉത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. വല്ലപ്പോഴും ഹോം നേഴ്സ്, ഡോക്ടർ ഇവർ വിളിച്ച് ചെക്കപ്പിൻ്റെ കാര്യം ഓർമ്മപ്പെടുത്തും. ഇതൊഴിച്ചാൽ ബാക്കിയെല്ലാം ശൂന്യം. അവസാനം നിരാശയുടെ മറ നീക്കി പൊതുജീവിതം തേടി യാത്ര തുടരാൻ ഞാൻ തീരുമാനിച്ചു. പേജ് 14. അന്ന് ആ ഡിസംബർ മാസത്തിൽ എന്നിൽ പതിച്ചത് കരിനിഴലല്ല എന്ന സത്യം മനസ്സിലാക്കി. മാനസികാരോഗ്യം വീണ്ടെടുത്തു. തുടർന്ന് ആരോഗ്യവും മെച്ചപ്പെട്ടു തുടങ്ങി. മനസ്സ് മന്ത്രിക്കുന്നു, ആരെയും വേദനിപ്പിക്കരുത്, തിന്മയ്ക്ക് നേരെ മുഖം ധരിക്കുക, നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക. ആ ചിന്തയിലൂടെ ഞാൻ ഇറങ്ങിച്ചെന്നത് സാമൂഹിക പ്രവർത്തനം എന്ന മഹാലോകത്തേക്കായിരുന്നു. നന്മയുടെ കണികകൾ വീണ ഒരാളാകാൻ മാത്രമായിരുന്നു എൻ്റെ തീരുമാനം. ലോകം അത്ര നിസ്സാരമല്ലാത്തതിനാൽ നന്മയുടെ പാത പിന്തുടരാൻ ഞാൻ കുറേയേറെ പാടുപെട്ടു. തിരക്കുകളിൽ നിന്ന് തിരക്കുകളിലേക്ക് പറന്നുയർന്ന എൻ്റെ ഉള്ളിൽ തീജ്വാല പോലെ ഈ വളർച്ചയിലെത്തിയ വ്യക്തിയെ തിരിച്ചറിയാനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. പരാജയങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴും പ്രതീക്ഷ കൈവിടാതെ മുന്നേറി. ഇതിനിടയിൽ എന്നെ പരിചരിച്ച ദീപികയെക്കുറിച്ച് അന്വേഷിച്ചു. പ്രതിഫലം ഇച്ഛിക്കാതെ രാപകൽ എന്നെ ശുശ്രൂഷിച്ച ദീപിക ഒരനാഥയായിരുന്നുവെന്നത് എന്നെ ഏറെ വേദനിപ്പിച്ചു. ബന്ധങ്ങളുടെ വില അറിയാമായിരുന്നു തന്നെ സ്വന്തം ചേച്ചിയെപ്പോലെ സ്നേഹിച്ച നിമിഷങ്ങൾ ഇന്നലത്തെ പോലെ എനിക്ക് ഓർമ്മ വന്നു. വളരെ കുഞ്ഞായിരിക്കുമ്പോൾ, പേജ് 15, വളരെ കുഞ്ഞായിരിക്കുമ്പോൾ അച്ഛനമ്മമാരെ നഷ്ടപ്പെട്ടവൾ ആയിരുന്നു ദീപിക. സുമനസ്സുകളുടെ സഹായത്തോടെ പഠനം പൂർത്തിയാക്കി എല്ലാ സ്വപ്നങ്ങളും മൂടിവെച്ച് സേവനങ്ങൾക്ക് പ്രാധാന്യം നൽകി വീടുകൾ തോറും കയറിയിറങ്ങി ജീവിക്കുന്ന ദീപികയുടെ മുഖം എൻ്റെ ഉള്ളിൽ മായാത്ത വിങ്ങലായി അവശേഷിച്ചു. ദീപികയെക്കുറിച്ചുള്ള ഓർമ്മകൾ എന്നിലൂടെ ഒരു മിന്നൽ പിണറായി കടന്നുപോയി. എനിക്ക് ദീപികയോടുള്ള സ്നേഹം 10 മടങ്ങ് വർദ്ധിച്ചു. എങ്ങനെയായാലും അവളെ കണ്ടെത്തണം. അവളെക്കുറിച്ച് ഒരറിവും ഇല്ലതാനും. അവളെ ഒപ്പം കൂട്ടി അവളിലൂടെ എന്നെ ഈ അവസ്ഥയിൽ എത്തിക്കാൻ സഹായിച്ച ദൈവതുല്യനായ വ്യക്തിയിലേക്ക് എത്താൻ സാധിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടേയിരുന്നു. ആർക്കും എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഉയരങ്ങളിലേക്ക് ഞാൻ എത്തിക്കഴിഞ്ഞു. എന്നെ അധിക്ഷേപിച്ച ഓരോരുത്തരും എൻ്റെ അടുക്കൽ വന്ന് ബന്ധം പുതുക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. ആരെയും വിശ്വസിക്കാനാകാതെ ഞാൻ പകച്ചു നിന്നു എങ്കിലും ആരെയും അകറ്റാനാകാതെ ഏവരെയും ചേർത്ത് നിർത്തുവാൻ ഞാൻ ശ്രമിച്ചു. പേജ് 16. പതിവിലും വ്യത്യസ്തമായി തിരക്കുകൾ മാറ്റിവെച്ച് ഞാൻ പള്ളിയിൽ പോയി. പ്രാർത്ഥനയിൽ പങ്കുചേരുന്നതിനിടയിൽ അറിയാതെ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അതിനോടൊപ്പം മനസ്സ് ശാന്തമാകുന്നത് പോലെ തോന്നി. എല്ലാ ആശ്വാസത്തോടെ പുറത്തിറങ്ങിയപ്പോൾ ചുമന്ന് തുടുത്ത സുന്ദരിയായ ഒരു പെൺകുട്ടി മാതാപിതാക്കളുടെ കൈപിടിച്ച് ആഹ്ലാദത്തോടെ കടന്നു വരുന്നത് കണ്ട് എൻ്റെ മനസ്സ് അത് ഓർമ്മകൾ കുട്ടിക്കാലത്തേക്ക് പോയി. ഇടത്തരം കുടുംബത്തിൽ ജനിച്ച ഞാൻ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഏക മകളായിരുന്നു. എന്നെ താലോലിക്കാൻ അധികമാരും ഇല്ലാത്തതിനാലും അവരെന്നെ അമിതമായി താലോലിച്ചു. ഒന്നിനും ഒരു കുറവുമില്ലാതെ ഞാൻ ആവശ്യപ്പെടുന്നത് എന്തും നിറവേറ്റി തന്നിരുന്നു. പഠിക്കുവാനും പാടുവാനും നൃത്തം ചെയ്യുവാനുമുള്ള കഴിവ് എന്നെ എപ്പോഴും മറ്റുള്ളവരുടെ മുമ്പിൽ വേറിട്ട് നിൽക്കുവാൻ സഹായിച്ചു. അധ്യാപകരുടെ കണ്ണിലുണ്ണിയായും കൂട്ടുകാരുടെ മികവാർന്ന സഹപാഠിയായും എല്ലാവരുടെയും സ്നേഹവും വാത്സല്യവും പിടിച്ചുപറ്റിയ ആ ബാല്യകാല അനുഭവം അതിലേറെ പള്ളിയിലെ ഏതു കാര്യത്തിലും ശ്രദ്ധ പിടിച്ചുപറ്റി എൻ്റേതായ സ്ഥാനം ഉറപ്പിച്ചിരുന്നു. എൻ്റെ പിന്നാലെ എന്നെ സ്വന്തമാക്കുവാൻ വേണ്ടി സംസാരം, പുഞ്ചിരി, ഒരു നോട്ടം എന്നിവയ്ക്കായി ചുറ്റി നടന്നിരുന്ന സുന്ദരന്മാരായ യുവാക്കൾ.
ഏവരും പഠിപ്പും സാമ്പത്തിക ശേഷിയും ഉള്ളവർ തന്നെ. എന്നാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയത് സണ്ണിയോടായിരുന്നു. പ്രേമത്തിന് കണ്ണില്ല എന്നത് എൻ്റെ കാര്യത്തിൽ എത്രയോ സത്യമാണ് എന്നത് പകൽ പോലെ യാഥാർത്ഥ്യമാണ്. അധികം പഠിപ്പോ സൗന്ദര്യമോ സമ്പത്തോ ഇല്ല. പിന്നെ എന്ത് കണ്ടിട്ടാണ് നീ അവനെ മനസ്സിൽ കൊണ്ടു നടക്കുന്നത് എന്ന ശരവേഗത്തിലുള്ള ചോദ്യത്തിന് ഉരുളയ്ക്കുപ്പേരി കണക്കെ മറുപടി വന്നു. സ്വഭാവമഹിമ. മനുഷ്യനെ സഹജീവിയായി ബഹുമാനിക്കുന്ന, സ്നേഹിക്കുന്ന, കരുതുന്ന, പരിപാലിക്കുന്ന വ്യക്തി. ഒരു ദീർഘനിശ്വാസത്തോടെ കടന്നുപോയ അനുഭവങ്ങൾ അയവിറക്കവേ ആരോ ഒരാൾ എൻ്റെ തോളിൽ തട്ടി. ഓർമ്മകൾക്ക് വിഘ്നം വരുത്തിയ ആ വ്യക്തിയോട് ദേഷ്യം തോന്നിയെങ്കിലും അത് ഭാവിക്കാതെ ആരായിരിക്കാം എന്ന് അറിയാനുള്ള ആകാംക്ഷയോടെ ഞാൻ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. എനിക്കെൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. തൊട്ടു പിന്നിൽ ദീപിക. അല്ല, ഇതാര് ദീപികയോ? നിന്നെ ഞാൻ എവിടെയെല്ലാം തിരക്കി. നീ ഇതുവരെ എവിടെയായിരുന്നു? അതൊക്കെ പോട്ടെ, നിനക്ക് സുഖം തന്നെയല്ലേ? അന്ന ചേച്ചി, എനിക്ക് സുഖം തന്നെ. ഞാൻ ചേച്ചിയെ തിരക്കി ഇറങ്ങിയതാ. അതെ ചേച്ചി, എനിക്ക് സുഖം തന്നെ. ഞാൻ ചേച്ചിയെ തിരക്കി ഇറങ്ങിയതാ. അപ്പോഴാണ് അറിഞ്ഞത് ചേച്ചി ഇവിടെയുണ്ടെന്ന്. ചേച്ചിയെ ഇവിടെ വെച്ച് കാണുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. പേജ് 18. പലപ്പോഴും ചേച്ചിയെ ഒന്ന് കാണണമെന്ന് വിചാരിച്ചുവെങ്കിലും സാഹചര്യങ്ങൾ ഒന്നിനും സമ്മതിച്ചില്ല. ആട്ടെ, നിൻ്റെ വിവാഹം കഴിഞ്ഞു? ഏയ്, അത് ഈ ജന്മമില്ല. വിവാഹം, കുടുംബം, അത് എന്നെപ്പോലുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളതല്ല. ആ ചേച്ചി മരുന്ന് കൃത്യമായി കഴിക്കുന്നുണ്ടോ? ആരോ തിരക്കിനിടയിൽ അതെല്ലാം മറന്നുവോ? തിരക്കിനിടയിൽ അതെല്ലാം മറന്നുവോ? കൃത്യമായി കഴിക്കുന്നുണ്ട്. എന്നിട്ടാണോ ക്ഷീണം തോന്നുന്നത്? ഭക്ഷണം വേണ്ട അളവിൽ കഴിക്കുന്നുണ്ടാവില്ല അല്ലേ? ദീപിക, വരൂ, നമുക്ക് വീട്ടിലേക്ക് പോകാം. ഒത്തിരി നാളായില്ലേ നമ്മൾ തമ്മിൽ കണ്ടിട്ട്. വിശേഷങ്ങൾ ധാരാളം പറയാനുണ്ട്, പറയാനും കേൾക്കാനും. അത് ഞാൻ ഒന്നും പറയണ്ട. എന്നോട് സ്നേഹമുണ്ടെങ്കിൽ വന്നാൽ മതി. ചേച്ചി, അതെന്താ അങ്ങനെ പറയുന്നത്? ഞാൻ വരാം ചേച്ചി. ഇരുവരും നടന്ന് കാറിൽ കയറി. എന്തൊക്കെയോ സംസാരിച്ചിരുന്നു. അതിനിടയിൽ ചീറിപ്പാഞ്ഞു വന്ന കാർ വീട്ടുമുറ്റത്തെത്തി. ഉറക്കമുണർന്നെഴുന്നേറ്റ പോലെ ഉണർന്ന ദീപിക കാണുന്ന കാഴ്ച സ്വപ്നമോ യാഥാർത്ഥ്യമോ എന്നറിയാതെ പകച്ചു നിന്നുപോയി. പരിഭ്രമിക്കേണ്ട, ഇത് തന്നെയാ എൻ്റെ ഗൃഹസ്ഥാശ്രമം. പേജ് 19. പരിഭ്രമിക്കേണ്ട, ഇത് തന്നെയാ എൻ്റെ ഗൃഹസ്ഥാശ്രമം. ഇല്ലായ്മയിൽ നിന്നും ഇന്നീ വളർച്ചയിൽ ഞാൻ എത്തിയതിൽ നിനക്ക് നല്ലൊരു പങ്കുണ്ട് കേട്ടോ. ഓ, അതെല്ലാം ചേച്ചി ഇപ്പോഴും മറക്കാതെ സൂക്ഷിക്കുന്ന ഓർമ്മകളാണോ? സംശയമുണ്ടോ ദീപിക? ഇല്ല ചേച്ചി. ദീപികയെ, അകത്തേക്ക് വാ. ചേച്ചി, എന്ത് ഭംഗിയുള്ള വീടായത്. ഇവിടെ വേറെ ആരെയും കാണുന്നില്ലല്ലോ. ചേച്ചി തനിച്ചാണ് ഇവിടെ താമസിക്കുന്നത്. ദീപികയെ, നീ ആരെയാ അകത്തേക്ക് പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നു? അല്ല ചേച്ചി, ഞാൻ നോക്കുകയായിരുന്നു. ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. ആശുപത്രിയിലും ഇത് തന്നെയായിരുന്നു അവസ്ഥ. മിത്രങ്ങളായി ആരെയും കണ്ടില്ലായിരുന്നു. ഓ, ഭർത്താവ് ദൂരെയായിരിക്കുമല്ലേ? കുട്ടികൾ വിഷമിക്കുമെന്ന് കരുതിയായിരിക്കും ആശുപത്രിയിലും അവർ വരാത്തത് അല്ലേ ചേച്ചി? അല്ല ചേച്ചി, ചേച്ചിക്ക് ദേഷ്യം തോന്നരുത്. ഒന്ന് ചോദിക്കട്ടെ, ആ ആശുപത്രി വാസത്തിന് ശേഷം ചേച്ചി എങ്ങോട്ടാണ് പോയത്? ഇത് സ്വന്തം വീടാണോ ചേച്ചി? അതോ? അമ്പടി കേമി. പേജ് 20. അമ്പടി കേമി, നീ കൊള്ളാമല്ലോ ആൾ. നിൻ്റെ അതിവേഗത്തിലുള്ള ചോദ്യം കേട്ടാൽ തോന്നും നീ ഒരു CID ആണെന്ന്. നീ വല്ലാണ്ട് മാറിപ്പോയല്ലോ പെണ്ണെ. ഹോം നേഴ്സ് മാറി കാക്കയിട്ട് തുടങ്ങിയത് എപ്പോഴാ? നിൻ്റെ ചോദ്യശരങ്ങൾ കേട്ടാൽ പോലീസാണെന്ന് തോന്നിപ്പോകും. സംസാരത്തിൽ മിതത്വം പാലിച്ചിരുന്ന നീ എന്താ ഇപ്പോൾ ഇത്ര വാചാലയാകുന്നത്? നിനക്ക് എന്നെക്കുറിച്ച് എല്ലാം അറിയണമെന്ന് കടുത്ത ആഗ്രഹമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാനെല്ലാം നിന്നോട് പറയാൻ ദീപികെ. നിർദോഷിയായ എന്നെ ജീവിതത്തിലേക്ക് കരം പിടിച്ച് യാത്രയാക്കിയത് ആരെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്നാൽ അത് എന്നെ ചികിത്സിച്ച ഡോക്ടറിൽ നിന്ന് മനസ്സിലാക്കാമെന്ന് ഞാൻ കരുതി. എന്നാൽ ഡോക്ടർ പോലും എനിക്കൊരു സൂചന തന്നില്ല. എന്നെങ്കിലും എൻ്റെ വഴികാട്ടി എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടും ഞാൻ പ്രതീക്ഷിച്ചു.
ഞാൻ കാത്തിരുന്നു. കാത്തിരിപ്പിനും ഉണ്ടല്ലോ ഒരു സുഖം. ജീവിതയാത്രയിൽ മനുഷ്യൻ വിധിയുടെ കൈപിടിച്ചാണ് സഞ്ചരിക്കുന്നത്. ആ ദീപികെ, നിന്റെ സംശയങ്ങളൊക്കെ തീർക്കാൻ പറ്റിയ ആൾ അതാ വരുന്നു. പ്രായാധിക്യത്താൽ ക്ഷീണിതയായ പാരമ്പര്യ വേഷമണിഞ്ഞ നിഷ്കളങ്ക മുഖമുള്ള ഒരു അമ്മ. ആരാ മോളെ ഇത്? പേജ് 21. അമ്മേ, ഇതാണ് എന്നെ പരിചരിച്ച ഹോം നേഴ്സ് ദീപിക. മോൾ എപ്പോഴും പറയും, മക്കളെ ചായ കുടിച്ചിട്ടാവാം ഇനി ബാക്കി വിശേഷം. ഭക്ഷണം കഴിച്ചിട്ടേ പോകാവൂ കേട്ടോ. എന്തെങ്കിലും സ്പെഷ്യൽ വേണമെങ്കിൽ പറയണം. എന്നെക്കൊണ്ട് കഴിയുന്നതാണെങ്കിൽ ഞാൻ ഉണ്ടാക്കിത്തരാം. അയ്യോ വേണ്ട അമ്മേ, ഞാൻ ഇപ്പോൾ ഇറങ്ങും. ആരാ ചേച്ചി ഇത്? ചേച്ചിയുടെ അമ്മയാണോ? അതൊക്കെ ഞാൻ പിന്നെ പറയാം. നിന്നെ ഞാൻ ഇന്ന് വിടില്ല. ത്രസ്യാമ്മച്ചി ഭക്ഷണം തയ്യാറാക്കിക്കോ. ദീപിക ഇന്ന് നമ്മോടൊപ്പം ഉണ്ടാകും. ദീപികെ, ഇതാണ് നിൻ്റെ റൂം. വേഗം കുളിച്ച് ഫ്രഷ് ആയി താഴേക്ക് വാ. നിമിഷ നേരം കൊണ്ട് ദീപിക കുളി കഴിഞ്ഞു വന്നു. വിഭവസമൃദ്ധമായ തീന്മേശയുടെ അരികിലെത്തിയ ദീപിക സ്വാദിഷ്ടമായ വിഭവങ്ങൾ വയററിയാതെ കഴിച്ചു. വല്ലാത്ത ക്ഷീണം അവൾക്ക് അനുഭവപ്പെട്ടെങ്കിലും അതവൾ ഭാവിക്കാതെ കുശലം പറയാൻ തുടങ്ങി. നല്ല ക്ഷീണം നിനക്കുണ്ടല്ലോ, അല്പം വിശ്രമിച്ചോളൂ, ബാക്കിയെല്ലാം പിന്നെ പറയാം. ഞാനും ഒന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞ് ആനി റൂമിലേക്ക് പോയി. എന്താ കുഞ്ഞെ മുഖം വിഷാദമായിരിക്കുന്നു? ഒന്നുമില്ല അമ്മേ. ആനി ചേച്ചിയുടെ കുടുംബത്തെക്കുറിച്ച് ഞാൻ ചേച്ചിയോട് ചോദിച്ചു. പേജ് 22. പക്ഷെ ചേച്ചി ഒഴിഞ്ഞു മാറി. ചേച്ചിയോടുള്ള അടുപ്പം കൊണ്ടാകാം ചേച്ചിയെക്കുറിച്ച് അറിയാൻ ഒരു ആകാംക്ഷ. എന്നാൽ ചേച്ചി പറയാൻ തയ്യാറാകുന്നില്ല. നിരാശയുള്ള ജീവിതമാണ് ചേച്ചിയുടേതെന്ന് തോന്നും. ആരോടെങ്കിലും അത് പങ്കുവച്ചിരുന്നെങ്കിൽ കുഞ്ഞു വിഷമിക്കേണ്ട. പണ്ട് മുതലേ ആനി അങ്ങനെയാ എന്ന് കരുതി സ്നേഹമില്ല എന്ന് കരുതരുത്. അവളുടെ വേദനകൾ മറ്റുള്ളവരുടെ കണ്ണ് നനയ്ക്കാൻ അവൾ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാവാം ദൈവം അവളെ കൈവിടാത്തതും. അവളുടെ വേദനകൾ മറ്റുള്ളവരുടെ കണ്ണ് നനയ്ക്കാൻ അവൾ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാകാം ദൈവം അവളെ കൈവിടാത്തതും. അവളുടെ വേദനകൾ മറ്റുള്ളവരുടെ കണ്ണ് നനയ്ക്കാൻ അവൾ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാകാം ദൈവം അവളെ കൈവിടാത്തതും. അവളുടെ വേദനകൾ മറ്റുള്ളവരുടെ കണ്ണ് നനയ്ക്കാൻ അവൾ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാകാം ദൈവം അവളെ കൈവിടാത്തതും. അവളുടെ വേദനകൾ മറ്റുള്ളവരുടെ കണ്ണ് നനയ്ക്കാൻ അവൾ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാവാം ദൈവം അവളെ കൈവിടാത്തതും. അമ്മച്ചിക്ക് ചേച്ചിയുടെ കുടുംബത്തെക്കുറിച്ച് അറിയാമെന്ന് തോന്നുന്നല്ലോ. എന്നോടത് പറയാമോ? പറയാം. കാരണം ആനിയെ ഇന്ന് ഈ അവസ്ഥയിൽ എത്തിക്കാൻ മോൾ എത്രമാത്രം ത്യാഗം സഹിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയാം. അതിനാൽ മോൾ അറിയുന്നത് വഴി അവളുടെ ഈ അനാഥത്വം അവസാനിക്കുമെന്ന് എനിക്കുറപ്പുണ്ട്. അതെങ്ങനെയാ അമ്മച്ചി? അതൊക്കെ ഞാൻ പറഞ്ഞു തരാം. വാ മോളെ, നമുക്ക് അങ്ങോട്ടിരിക്കാം. പേജ് 23. ആനിയുടെ അച്ഛൻ മൈക്കലിനെ വളരെ ചെറുപ്പത്തിലേ എനിക്കറിയാം. കഷ്ടപ്പാടുകളുടെ നടുവിൽ വളർന്ന മൈക്കൽ അന്നത്തിനും വസ്ത്രത്തിനും വകയില്ലാതെ ശരിക്കും കഷ്ടപ്പെട്ടിരുന്നു. ദാരിദ്ര്യം തളം കെട്ടിയ ആ വീട്ടിൽ അവർ 5 പേരുണ്ടായിരുന്നു. മൈക്കൽ, ചേച്ചി, അനുജൻ, അച്ഛൻ, അമ്മ. അച്ഛനും അമ്മയും രോഗികളായിരുന്നു. എങ്കിലും കുടുംബം പുലർത്താൻ ജോലിക്ക് പോകുമായിരുന്നു. ഇത് കണ്ടു വളർന്ന മൈക്കൽ പഠിക്കാൻ മിടുക്കനായിരുന്നു. എങ്കിലും പാതി വഴിയിൽ പഠനം നിർത്തി ജോലിക്കിറങ്ങി. എന്നാൽ ഭാഗ്യം അവനോടൊപ്പം ഉണ്ടായിരുന്നു. അതിനാൽ നാട്ടുകാരുടെ സഹായത്താൽ വിദേശ ജോലി ലഭിച്ചു. 7-8 വർഷം അധ്വാനിച്ച് കുടുംബം ഒരുവിധം പച്ചപിടിപ്പിച്ച ശേഷം മൈക്കൽ നാട്ടിലേക്ക് അവധിക്ക് വന്നു. അവൻ്റെ വീടിനടുത്ത് പുതുതായി വന്ന മുസ്ലിം കുടുംബം. സ്വന്തമായി കമ്പനിയുള്ള അബുവിന് സുന്ദരിയായ ഇഷാന എന്ന ഒറ്റ മകൾ. ഇവളെ കണ്ട മാത്രയിൽ മൈക്കൽ തൻ്റെ കുടുംബത്തോടുള്ള മമത മാറ്റിവെച്ച് അവളുടെ പുറകെ പോയി. അതിനായി അവൻ വിദേശ ജോലി ഉപേക്ഷിച്ചു. അബുവിൻ്റെ കമ്പനിയിൽ കൂലിക്കാരനായി ജോലിക്ക് കയറി. അബുവിൻ്റെ കമ്പനിയിൽ കൂലിക്കാരനായി ജോലിക്ക് കയറി. ജോലിക്കിടയിലും അവൻ്റെ ഒറ്റ ലക്ഷ്യം ഇഷാനിയെ സ്വന്തമാക്കുക എന്നതായിരുന്നു. പേജ് 24. ഇതിനായി അവൻ അബുവിൻ്റെ ആത്മാർത്ഥ സേവകനായി അഭിനയിച്ചു. തന്നെ സ്വന്തം മകനെപ്പോലെ കരുതിയ അബുവിനെ വഞ്ചിച്ച് അവരുടെ ജീവൻ്റെ ഭാഗമായി തീർന്ന ഇഷാനിയെ അവൻ സ്വന്തമാക്കി. മതത്തിൻ്റെ പേരിൽ 2 ചേരികളായി പിരിഞ്ഞ്
കോളിളക്കം സൃഷ്ടിച്ചെങ്കിലും അവരുടെ ആത്മാർത്ഥ സ്നേഹത്തിന് മുന്നിൽ അവയെല്ലാം വിഫലമായി തീർന്നു. എന്നിട്ട് എന്തായി അമ്മേ, ഒന്ന് വേഗം പറയൂ. ദീപികയുടെ തിരക്ക് കൂട്ടലുകൾക്കിടയിൽ നിന്നുള്ള ആവേശത്തിൽ ത്രേസ്യാമ്മ തുടർന്നു. എതിർപ്പുകൾ അവഗണിച്ച് കുടുംബക്കാരെ ഉപേക്ഷിച്ച ഇരുവരും ചില സുഹൃത്തുക്കളുടെ സഹായത്താൽ അവരുടെ ജീവിതം കെട്ടിപ്പടുത്തു. അവരുടെ സ്നേഹത്തിൻ്റെ ആഴം കൂടിയിരുന്നതിനാൽ നാളുകൾ കടന്നുപോയത് അവർ അറിഞ്ഞില്ല. മൈക്കിൾ രാവും പകലും അധ്വാനിച്ച് കുടുംബം പോറ്റുന്നതിനോടൊപ്പം അവരുടെ സ്നേഹത്തിൻ്റെ ആഴം കൂടിയിരുന്നതിനാൽ നാളുകൾ കടന്നുപോയത് അവർ അറിഞ്ഞില്ല. മൈക്കിൾ രാവും പകലും അധ്വാനിച്ച് കുടുംബം പോറ്റുന്നതിനോടൊപ്പം ഉള്ളതിൽ നിന്ന് മിച്ചം പിടിച്ച് സ്വന്തമായി 1/2 ഏക്കർ സ്ഥലവും ഒരു കൊച്ചു വീടും സ്വന്തമാക്കി. ഇതിനിടയിൽ അവരുടെ ദാമ്പത്യ പൂർണ്ണതയിൽ ഓമനത്വമുള്ള ഒരു കുഞ്ഞു പിറന്നു. പേജ് 25. സുഹൃത്തുക്കളെയും നാട്ടുകാരെയും സഹായിക്കുവാൻ മൈക്കിൾ സമയം കണ്ടെത്തിയതുകൊണ്ടാകാം അവൻ ഉയരത്തിലെത്തി. പക്ഷേ ഇഷാനിയുടെ മുഖം മ്ലാനമായിരുന്നു. ഇതിനെക്കുറിച്ച് അവളോട് ചോദിച്ചാൽ അവളത് ഒരു ചെറു പുഞ്ചിരിയിൽ ഒതുക്കും. ഇത് കാണുമ്പോൾ മൈക്കിൾ പറയുകയുണ്ടായി, ഞാൻ എന്ത് ചെയ്യാനാ ഇഷാന? ഇത് കേൾക്കുമ്പോൾ അവൾ പറയും, എന്താ ഇക്ക ഇത്? എനിക്കെൻ്റെ ഇക്കയും പൊന്നുമോളുമുണ്ടല്ലോ. മറ്റാര് കണ്ടാലും അസൂയപ്പെടുന്ന ജീവിതമായിരുന്നു അവരുടേത്. ഇത് പറഞ്ഞ ശേഷം കുറേ സമയം വിദൂരതയിൽ കണ്ണുനട്ടിരുന്ന ത്രേസ്യാമ്മ എന്നിട്ട് തുടർന്നു. വിദൂരതയിൽ കണ്ണുനട്ടിരുന്നു ത്രേസ്യാമ്മ എന്നിട്ട് തുടർന്നു. കുഞ്ഞിന് 3 വയസ്സ് പ്രായമാകുന്നതുവരെ പേരിടുന്ന കാര്യം പോലും അവർ മറന്നിരുന്നു. ഓമനപ്പേരുകൾ അവർ ഇരുവരും വിളിക്കുന്നത് കാരണം അവരതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല. അല്ല, ഇന്നത്തെ കണക്ക് ജനന സർട്ടിഫിക്കറ്റിൽ പേരെഴുത്തും ഉണ്ടായിരുന്നില്ലല്ലോ. കുഞ്ഞിനെ അടുത്തുള്ള നഴ്സറിയിൽ ചേർക്കുവാൻ പോയപ്പോഴാണ് കുഞ്ഞിൻ്റെ പേരും ജാതിയും വിഷയമായി വന്നത്. പേജ് 26. അതില്ലാതെ ചേർക്കുവാൻ കഴിയില്ല എന്ന അവസ്ഥയിൽ നിരാശയോടെ മടങ്ങിയെത്തിയ അവരുടെ മുഖം ഇന്നും എൻ്റെ മനസ്സിൽ പകൽ പോലെ തെളിഞ്ഞു നിൽക്കുന്നു. ഇതറിഞ്ഞെത്തിയ ബന്ധുമിത്രാദികൾ ആരൊക്കെയാണെന്ന് മോൾക്കറിയോ? ഇല്ല അമ്മച്ചി. ആരെ അവർ? മൈക്കിളിൻ്റെയും ഷാനിയുടെയും ബന്ധുക്കൾ. കൊച്ചുമകളെ ക്രിസ്ത്യാനിയായി വളർത്തണമെന്ന് അച്ഛൻ വീട്ടുകാരും മുസ്ലിമായി വളർത്തണമെന്ന് അമ്മ വീട്ടുകാരും വാദിച്ചു. തർക്കം മൂർച്ഛിച്ച് ഒടുവിൽ അത് സമുദായ വഴക്കായി മാറി. ഒടുവിൽ അത് കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോകുന്ന അവസ്ഥയിലെത്തി. അയ്യോ, എന്താ കേൾക്കുന്നേ? കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയെന്നോ? എന്നിട്ട് എന്താ സംഭവിച്ചത്? അന്നൊരു നിലാവുള്ള രാത്രിയായിരുന്നു. 2-3 പേർ മുഖം മൂടി അണിഞ്ഞ് ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ എടുത്തുകൊണ്ട് പുറത്തേക്കിറങ്ങിയതും ജോലി കഴിഞ്ഞെത്തിയ മൈക്കിൾ കയറി വന്നതും ഒരുമിച്ചായിരുന്നു. എൻ്റെ കുഞ്ഞിനെ താടാ എന്ന ആരവം നിശബ്ദത പൂണ്ടിരുന്ന അന്തരീക്ഷത്തിൽ അലതല്ലിയപ്പോൾ ചുറ്റുമുള്ള നാട്ടുകാർ പാഞ്ഞെത്തി. പേജ് 27. അവരിൽ നിന്ന് കുഞ്ഞിനെ രക്ഷപ്പെടുത്തുകയും അവരിൽ ഒരാളെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്തു. ഇത്രയും ഒച്ച കേട്ടിട്ട് എൻ്റെ ഇഷാന പുറത്തു വന്നില്ല. ഈ സംശയത്താൽ ഞങ്ങൾ അകത്ത് കയറി നോക്കിയപ്പോൾ രക്തത്തിൽ കുളിച്ച് ബോധരഹിതയായി കിടക്കുകയായിരുന്നു അവൾ. ഞങ്ങളുടെ നിലവിളി കേട്ട് അകത്തേക്ക് ഓടി വന്ന മൈക്കിളും സംഘവും കണ്ടത് ബോധരഹിതയായി നിലത്ത് കിടക്കുന്ന അവളുടെ അരികിലിരുന്ന് നിലവിളിക്കുന്ന മോളെ ആയിരുന്നു. ഒരുവിധം ധൈര്യം സംഭരിച്ച് രക്തം വാർന്നൊലിക്കുന്ന ഇഷാനിയെ തോളിലേറ്റി മൈക്കിൾ ആശുപത്രിയിലേക്ക് ഓടി. പിന്നാലെ കുഞ്ഞിനെയും എടുത്ത് ഞങ്ങളും. മണിക്കൂറുകൾ എടുത്ത് ആഴത്തിൽ മുറിവുകൾ തുന്നിച്ചേർത്ത് ICUവിൽ പ്രവേശിപ്പിച്ചു. പിന്നീട് എന്ത് സംഭവിച്ചു അമ്മേ? ദീപിക നിറമിഴികളോടെ ചോദിച്ചു. ഡിസ്ചാർജ് ചെയ്യുന്നതുവരെ മൈക്കിൾ ഇഷാനിയോടൊപ്പം ആശുപത്രിയിലായിരുന്നു. ജോലിക്ക് പോകാതെ, നേരാവണ്ണം ഭക്ഷണം കഴിക്കാതെ നാളിതുവരെയുള്ള സമ്പാദ്യം ചികിത്സയ്ക്കായി ചിലവഴിച്ചു. ആശുപത്രിയിൽ നിന്നും വീട്ടിലെത്തിയ ഇഷാന പിന്നീട് ഒരിക്കലും ആരോഗ്യവതിയായി കണ്ടില്ല. എപ്പോഴും എന്തെങ്കിലും തരത്തിലുള്ള അസുഖം കാണും.
ഇതിനിടയിൽ മൈക്കിൾ ഇഷാനയുടെ നിർബന്ധത്തിന് വഴങ്ങി വല്ലപ്പോഴും ജോലിക്ക് പോകും. പേജ് 28. മൈക്കിൾ ജോലിക്ക് പോയില്ലെങ്കിൽ ഇഷാന ചോദിക്കും, ഇക്ക എന്തൊരിപ്പാണ് ഇത്, എന്നോട് വെറുപ്പായി തുടങ്ങിയോ? അപ്പോൾ അവൻ പറയും, എൻ്റെ പൊന്ന്, നീ എന്താ പറയുന്നത്? എനിക്ക് വെറുപ്പോ? എനിക്ക് നീ അല്ലാതെ മറ്റാരാണ് ഉള്ളത്? എങ്കിലും ഞാൻ ആലോചിക്കുകയായിരുന്നു, നീ ദിവസവും 5 നേരം നിസ്കരിക്കുന്നതല്ലേ, എന്നിട്ടും എൻ്റെ ദൈവം നമ്മളെ പരീക്ഷിക്കുന്നത്. അവൻ്റെ ഇരിപ്പ് കണ്ട് പന്തികേട് തോന്നിയപ്പോൾ ഞാൻ അവിടേക്ക് കയറി ചെന്നു. അവൻ ആകെ വിഷമിച്ചിരിക്കുകയായിരുന്നു. ഞാൻ അവരെ ആശ്വസിപ്പിച്ചു. ഞങ്ങൾ 2 കുടുംബവും ഒരു കുടുംബം പോലെ കഴിഞ്ഞവരായിരുന്നു. അതൊന്നും ഓർക്കാൻ വയ്യ. എന്നിട്ട് ദീർഘനിശ്വാസത്തോടെ അവൾ തുടർന്നു, എന്നെ മൈക്കിളും ഇഷാനയും ഏടത്തി എന്നാണ് വിളിച്ചിരുന്നത്. ഇത് കേട്ട് ആനിമോളും ഏടത്തി എന്ന് അറിയാതെ വിളിക്കുന്നത് കേൾക്കാൻ നല്ല രസമായിരുന്നു. ഇഷാന എന്നോട്, ഏടത്തി ഇക്കാക്ക് മോളെ ഏത് സമുദായത്തിൽ ചേർക്കണമെന്ന അങ്കലാപ്പ ഇപ്പോൾ ഏത് സമയത്തും. പേജ് 29. അത്രയേ ഉള്ളൂ. പള്ളിയും ഇപ്പോൾ ഏത് സമയത്തും അത്രയേ ഉള്ളൂ. പള്ളിയും പട്ടക്കാരെയും ഉപേക്ഷിക്കുന്ന മൈക്കിൾ പള്ളിയും പാട്ടക്കാരെയും ഉപേക്ഷിച്ചിരുന്ന മൈക്കിൾ എന്തോ തീരുമാനിച്ചതുപോലെയായിരുന്നു. ഇഷാന കുഞ്ഞിനെ കുളിപ്പിച്ച് അകത്തേക്ക് കയറാൻ തുടങ്ങവേ മൈക്കിൾ വളരെ സ്നേഹത്തോടെ വിളിച്ചു, ഇഷു, ഞാൻ നിന്നോട് ഒരു കാര്യം ചോദിച്ചാൽ നിനക്ക് എന്നോട് ദേഷ്യമാകുമോ? ഇല്ല ഇക്ക, നമ്മുടെ മകൾ വളർന്നു വരികയാണ്. അവൾ ഏതെങ്കിലും ഒരു സമുദായത്തിൽ വളർന്നേ മതിയാകൂ. തൻ്റെ സമുദായത്തിൽ വളർത്തുന്നതിന് നിനക്ക് എതിർപ്പുണ്ടോ? ഇല്ല ഇക്ക, അവൾ നല്ലൊരു ക്രിസ്ത്യാനിയായി വളരട്ടെ. ഇത് കേട്ട ഞാൻ പറഞ്ഞു, നന്നായി മോളെ, നീ ഈ ലോകത്തിൽ വെച്ച് നല്ലൊരു ഭാര്യയാണ്. നമുക്ക് അടുത്തുള്ള ഡോൺ ബോസ്കോ ചർച്ചിലെ വികാരിയെ പോയി കാണാം. ഞാൻ അവരെ കൂട്ടിക്കൊണ്ടുപോയി വികാരി അച്ഛനെ കണ്ടു. പേജ് 30. അങ്ങനെ ആ ദിനം എത്തി. രാവിലെ കുളിച്ച് കുഞ്ഞിനെ വെള്ളവസ്ത്രം ധരിപ്പിച്ച് അവർ 3 പേരും പള്ളിയിലെത്തി. അവർ അൾത്താരയുടെ മുന്നിൽ മുട്ടുകുത്തി നിന്നു. കുർബാന ആരംഭിച്ചു. തിരുക്കർമ്മങ്ങൾക്ക് ശേഷം പുരോഹിതൻ ചോദിച്ചു, കുഞ്ഞിൻ്റെ പേരെന്താണ്? അവർ പരസ്പരം നോക്കിയതല്ലാതെ ഒന്നും മിണ്ടിയില്ല. അവർ മുത്തേ, മോളെ എന്നൊക്കെയേ കുഞ്ഞിനെ വിളിക്കാറുള്ളൂ. അവർക്കിടയിലെ നിശബ്ദതയിൽ പുരോഹിതൻ തന്നെ ഒരു പേര് അവൾക്ക് നൽകി. അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു, അവൾ ഇന്നു മുതൽ ദൈവനാമത്തിൽ ആനി എന്ന പേരിൽ അറിയപ്പെടും. തുടരും.